അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്കായി സ്വർഗത്തിലെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. സ്വർഗത്തിൽ മാലാഖമാർ നമ്മോടൊത്ത് ആരാധിക്കുന്നു. ഇതാണ് നമ്മളുടെ വിഷയം. ആധാരവാക്യമായി തന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം. അതിപ്രകാരം പറയുന്നു: സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ട ദൈവപൈതങ്ങളെ, സ്വർഗത്തിലെ സഭയും ഭൂമിയിലെ സഭയും ഒന്നാണ്. നമ്മുടെ അത്യുന്നതനായ ദൈവത്തിന് ഒരേ ഒരു സഭ മാത്രമേ ഉള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സഭ. ഇവിടെ ദൈവഭക്തന്മാർ ആത്മാവിലും സത്യത്തിലും വിശ്വസ്തയോടും കൂടെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ വളരെ ആകാംക്ഷയോടെ ഈ ആരാധനയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഈ ദൈവ കുഞ്ഞുങ്ങൾ എന്താണ് പറയുന്നത്, അവരുടെ സാക്ഷ്യം എന്താണ്, അവരെന്താണ് കീർത്തിക്കുന്നത്, അവരെന്താണ് സ്തുതിക്കുന്നത്, ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കൂടെ കേട്ടിട്ട് അവർ ഈ സ്തുതിയും സ്തോത്രവും എല്ലാം സ്വർഗീയ ആരാധനയോട് സ്വർഗീയ സ്തുതികളോടുകൂടെ കലർത്തി വിടുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ തനിയെ ആരാധിക്കുന്നു, എൻ്റെ സഭയിലോ ആളുകൾ വളരെ ചുരുക്കം, ഉള്ളവരോ ഉറക്കം തൂങ്ങി ആരാധന, ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. എന്നാൽ നമ്മളുടെ ആരാധന ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ, നമ്മൾ കീർത്തനങ്ങൾ പാടുമ്പോൾ ഇതൊക്കെ സ്വർഗം വീക്ഷിക്കുകയും മാലാഖമാർ വീക്ഷിക്കുകയും സ്വർഗത്തിൽ അവരുടെ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ നമ്മുടെ ആരാധനയെ കലർത്തി വിടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ യഥാർത്ഥ ആരാധന. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ, ഈ സ്തുതിയും സ്തോത്രങ്ങളും എല്ലാം സ്വർഗീയ രാജസദസ്സിൽ അത്യുച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മുടെ സ്തുതിയും സ്തോത്രമെല്ലാം സ്വർഗത്തിൽ മുഴങ്ങിക്കേൾക്കുന്നെന്ന്. കാരണം നമ്മൾ മാത്രം ആരാധിക്കുന്ന സ്തുതിയല്ല വരുന്നത്, സ്വർഗീയ ദൂതന്മാരുടെ ആരാധന സ്തുതിയോടും കൂടി ഇതെല്ലാം കൂടെ കലർന്ന് വളരെ ശബ്ദത്തിൽ അവിടെ ഘോഷിക്കുന്ന ശബ്ദം സ്വർഗീയ രാജസദസ്സിൽ കേൾക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ കാരണം എന്നറിയോ ഇങ്ങനെ അവർ സ്തുതിക്കും കാരണം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്കായി അറുക്കപ്പെട്ടത് വ്യർത്ഥമായി പോയില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഈ ദൂതന്മാർ അത്യുച്ചത്തിൽ സ്തുതിക്കാൻ കാരണം. നമ്മൾക്ക് സ്വർഗീയ സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പിതാവ് ഇരിക്കുന്നതായി കാണുന്നു. പിതാവിൻ്റെ കയ്യിൽ ഒരു പുസ്തകം. ആ പുസ്തകത്തിന് 7 മുദ്രകളുണ്ട്. 7 മുദ്രകൾ അതിനെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകം കണ്ടപ്പോൾ ഒരു ശക്തനായ ദൂതൻ അത്യുച്ചത്തിൽ ചോദിക്കുകയാണ്, ഈ പുസ്തകം തുറക്കുവാൻ യോഗ്യതയുള്ളവൻ ആർ? ഇത് കണ്ടപ്പോൾ നമ്മുടെ വെളിപ്പാടുകാരനായ യോഹന്നാൻ അത്യുച്ചത്തിൽ കരയുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, അയ്യോ, ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇത് തുറക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ യോഹന്നാൻ ഉച്ചത്തിൽ കരയുന്നു. അപ്പോൾ ഒരു 24 മൂപ്പന്മാരിൽ ഒരാൾ വന്നിട്ട് യോഹന്നാനോട് പറയുന്നു, മകനെ, നീ കരയണ്ട, അതിന് യോഗ്യതയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. പിതാവിൻ്റെ സിംഹാസനത്തിന് ചുറ്റിലും 4 കെരൂബുകൾ നിൽക്കുന്നു. സിംഹാസനത്തിന്റെ 4 ചുറ്റും 24 മൂപ്പന്മാർ, 24 സിംഹാസനങ്ങളുണ്ട്. അതിലൊരു മൂപ്പൻ പറയാണ്, നീ കരയണ്ട, ഇതിന് യോഗ്യതയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ആ ആൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്, ദാവീദിന്റെ വേരിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്. അദ്ദേഹം ഈ പുസ്തകം തുറക്കുമെന്ന് പറഞ്ഞ ഉടനെ യോഹന്നാൻ കാണുകയാണ്, അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് അവിടെ നിൽക്കുന്നത് കാണുന്നു. കുഞ്ഞാട് വന്നു പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുന്നു. അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു സന്തോഷമുണ്ടാകുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടെ സ്വർഗീയ ദൂതന്മാരെല്ലാവരും കൂടെ ചേർന്ന്, അവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 10,000 10,000 ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാരാണ്. അവർ അത്യുച്ചത്തിൽ പറയുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം
5-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവർ അത്യുച്ചത്തിൽ പറയുകയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 കെരൂബുകളും 24 മൂപ്പന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. വീണ്ടും വലിയൊരു ശബ്ദം കേൾക്കുന്നു. ഇവർ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. അതാണ് ഞാൻ ആധാരവാക്യമായി നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം. അതിപ്രകാരം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഈ കോടാനുകോടി ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 24 മൂപ്പന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുമ്പാകെ സാഷ്ടാംഗം വീഴുന്നു. അപ്പോൾ 4 ജീവികളും ആമേൻ എന്ന ഉച്ച സ്വരത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതങ്ങളെ, മാലാഹമാർ, സ്വർഗീയ മാലാഹമാർ സ്വർഗീയ നീരുറവിൽ നിന്ന് ഡയറക്റ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും കയ്യിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവിശ്വാസികളായ ഇവിടുത്തെ ദൈവ പൈതങ്ങൾ ഓരോരുത്തരും ആ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന നീരുറവിൽ നിന്ന് അവർ കുടിക്കുകയാണ്, അവരെ സന്തോഷിക്കുകയാണ്, കുടിച്ച് സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതങ്ങളെ, ദൈവ പൈതങ്ങളായ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ അനേക പോരാട്ടങ്ങളുണ്ട്, അനേക പ്രശ്നങ്ങളുണ്ട്. അതിന് നമ്മളെ കാക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ശക്തന്മാരായ ദൂതന്മാരെ നമ്മൾക്കായി ആക്കിയിരിക്കുന്നു. നമ്മൾക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഷ്ടൻ പലപ്പോഴും നമ്മളെ പിച്ച് ചീന്തിക്കളയുവാൻ നോക്കുമ്പോൾ ഈ മാലാഹമാർ നമ്മളെ വിട്ടുകൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മാലാഹമാർ അവന്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു വാങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മളെ ഇങ്ങനെ പിടിച്ചു പറിച്ചെടുത്ത് നമ്മളെ രക്ഷയ്ക്ക് അവകാശികളാക്കി തീർക്കുന്ന വലിയ ദൗത്യമാണ് ഈ മാലാഹമാർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളുടെ ആരാധന എത്ര ഭയങ്കരമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലോക്കൽ സഭയിൽ നമ്മുടെ സ്തുതി സ്വർഗത്തിലേക്ക് ഉയരുന്നു. അവിടുത്തെ സ്തുതിയുമായി, സ്വർഗീയ മാലാഖമാരുടെ സ്തുതിയുമായി കൂടിക്കലരുന്നു. ഞാനോ നിങ്ങളോ വീട്ടിൽ ഭവനത്തിൽ തനിച്ചിരുന്ന് കരഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും സ്വർഗത്തിലെ പ്രാർത്ഥനയുമായി കൂടിക്കലർന്നുകൊണ്ട് ഉയരത്തിലേക്ക് പോകുന്നു. നമ്മുടെ ആരാധന എത്ര ഭയങ്കരമാണ്. നിങ്ങൾ കരയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ സഭയ്ക്ക് ജീവനില്ല, എൻ്റെ പള്ളിയിൽ ആൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കരയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എത്ര വലിയ ആരാധനയുടെ ഉടമസ്ഥരാണ് പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ. ഇങ്ങനെ ദൈവ കുഞ്ഞുങ്ങൾ ആരാധിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നു. അവർ ക്രിസ്തുവിന് അനുരൂപരായ ക്രിസ്തീയ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി മാറുന്നു. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അത്യുന്നതനായ ദൈവം പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുന്നു. ഇങ്ങനെ അഭിഷേകം ചെയ്ത കുഞ്ഞുങ്ങൾ തിരുവചനം ഭയത്തോടെ പഠിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ദൈവാത്മാവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് മനസ്സിലാക്കുവാൻ ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണ് ഈ വാക്യം. വെളിപ്പാട് പുസ്തകം 5:13 ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നമ്മളുടെ അശക്തമായ ആരാധന ദൈവം നമ്മൾക്ക് തന്നിരിക്കൊണ്ട് നമ്മൾക്ക് ധൈര്യത്തോടെ ആരാധിക്കാം. ദൈവം നിങ്ങൾക്കും എനിക്കും ഈ മാലാഖമാരോടൊത്ത് ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചതാണല്ലോ ദൈവ പൈതങ്ങളായ അടിയങ്ങൾ ഓരോരുത്തർക്കും. അടിയങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ മഹാ അനുഗ്രഹത്തെ, ഈ ശക്തമായ ആരാധനയെ, സ്വർഗീയ മാലാഖമാരും ഒന്നിച്ചുള്ള ആരാധനയെ അടിയങ്ങൾ തന്നിരിക്കൊണ്ട് സ്തോത്രം. അടിയങ്ങൾ അതിന് യോഗ്യതയുള്ളവരല്ല കർത്താവേ, അടിയങ്ങളെ അതിന് യോഗ്യതയുള്ളവനാക്കി തീർത്ത അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഓർത്ത് അടിയങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വലിയ
വലിയ ആരാധന ഉടമസ്ഥരാക്കി മാറ്റിയ കൃപകൾക്കായി സ്തോത്രം. അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, അവരുടെ മാനസികവും ശാരീരികവുമായുള്ള പ്രശ്നങ്ങൾ എല്ലാം സ്വർഗം പരിഹരിച്ചാട്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ദിവസത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. അടിങ്ങളെ എല്ലാം അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. എല്ലാ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമീൻ.